ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യുന്നത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു മേക്കപ്പിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരുങ്ങാവുന്ന ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന മേക്കപ്പിൻ്റെ പ്രോഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി അപ്ലൈ ചെയ്യാൻ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫേസ് ഒന്ന് നമ്മൾ സോഫ്റ്റ് ആക്കി എടുക്കുക എന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഏത് ക്രീമാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ക്രീം എടുക്കുക. ഞാനിവിടെ നിവിയയുടെ പ്രോഡക്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കഴുത്തിലും നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസൊക്കെ ഒരു സോഫ്റ്റ് ആവും. അതിനുശേഷം ഞാനിപ്പോൾ ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഫസ്റ്റ് ലൈൻ നമ്മൾ ഫേസിലോട്ട് നേരിട്ട് അപ്ലൈ ചെയ്യരുത്. നമ്മുടെ കയ്യിലൊന്ന് ഇത്തിരി എടുത്തിട്ട് ഇങ്ങനെ ഫേസിലോട്ട് ഡോട്ടായിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അതിങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയും ചെയ്യരുത്. ചെറുതായിട്ട് ഡോട്ടായിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ആവശ്യം അങ്ങനെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫേസിന് മാത്രമല്ല നമ്മുടെ കഴുത്തിലും നമ്മൾ ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഫേസ് വെളുത്തും ഇരിക്കും, നമ്മുടെ കഴുത്ത് കറുത്തും ഇരിക്കും. അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ മേക്കപ്പ് ചെയ്തുകൊണ്ടാണ് വന്നേക്കുന്നതെന്ന്. അപ്പം നമ്മൾ ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നമ്മൾ നമ്മുടെ കവിളത്തും ഫേസിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പിന്നെ നമ്മുടെ കവിളത്തൊന്ന് ജസ്റ്റ് ഒരു റെഡ് മാർക്ക് പോലെ ഒന്ന് കാണിക്കാനായിട്ട് ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് തന്നെയാണ് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കവിളത്തൊന്ന് തേച്ച് കൊടുത്തു. അതുപോലെ നമ്മൾ ഇപ്പോൾ ചിലർ കൂടുതൽ ഈ ഫൗണ്ടേഷന് പകരം യൂസ് ചെയ്യുന്നത്, ഈ ക്രീമിന് പകരം യൂസ് ചെയ്യുന്നത് BB ക്രീമൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനും അതുപോലെ തന്നെ BB ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കണ്ണിൻ്റെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ കൂടുതൽ നമ്മൾ കണ്ണൊക്കെ എഴുതുന്ന സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ അവിടെ കൂടുതലിങ്ങനെ കറുത്തിരിക്കും. പക്ഷെ അവിടെ നന്നായിട്ട് വെളുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണ് എഴുതുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഐലൈനർ യൂസ് ചെയ്ത് നിങ്ങൾ നന്നായിട്ടൊക്കെ കണ്ണെഴുതുന്നവരാണെങ്കിൽ നല്ല സൂപ്പറായിട്ടൊക്കെ എഴുതുക. എൻ്റെ കണ്ണിത്തിരി ചെറുതായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കണ്ണെഴുതിയാലും ഇങ്ങനെ മേളിലൊന്നും എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മുകളിലൊന്നും അധികം എഴുതത്തില്ല, താഴെയാണ് കൂടുതൽ എഴുതുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് കൺപീലിയൊക്കെ ഒന്ന് ഇങ്ങനെ ഐലൈനർ വെച്ച് തന്നെ ഒന്ന് വിടർത്തി കൊടുക്കും. അതുപോലെ തന്നെ വീണ്ടും ഞാൻ ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ചുണ്ടത്തേക്ക് വാരി തേക്കരുത്. ഇപ്പോൾ ചിലവരൊക്കെ മേക്കപ്പ് വീഡിയോയിൽ കണ്ടിട്ടില്ലേ, എടുത്തിട്ട് നല്ല ശരിക്കും ഇങ്ങനെ ഫേസിലോട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നല്ല മേക്കപ്പെല്ലാം നടക്കുന്നതെന്ന് എല്ലാവർക്കും തോന്നും. നമ്മളിപ്പോൾ സിമ്പിൾ മേക്കപ്പാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു ഇത്തിരി എടുത്ത് ജസ്റ്റ് ഒന്ന് ചുണ്ടത്ത് തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് തേച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു സോഫ്റ്റ്നെസ് വരത്തില്ല, ഇത്തിരി ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഇതൊരു സോഫ്റ്റ്നെസ് വന്നാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ലിപ് ബാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിപ് ബാം എടുത്തിട്ട് അതിൻ്റെ മേളിലായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത്തിരി സോഫ്റ്റ് ആയിട്ടൊരു തിളക്കമുള്ളതുപോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇത്തിരി കൂടി നല്ലൊരു സാരി കേട്ടോ. അപ്പം ഇപ്പോൾ എൻ്റെ ചുണ്ടത്ത് തേച്ചപ്പം എനിക്കിഷ്ടപ്പെട്ടത്. എനിക്ക് വയ്യ, കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ചുണ്ടത്ത് തേക്കുമ്പോഴത്തേക്കും എനിക്ക് ലിപ്സ്റ്റിക്കൊന്നും അങ്ങനെ അധികം യൂസ് ചെയ്യുന്ന ആളല്ല. പിന്നെ ലിപ് ബാം മാത്രമാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ലിപ്സ്റ്റിക്കും ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്തതുപോലെ തന്നെ ലിപ് ബാമും കൂടി തേച്ച് കൊടുക്കും. പിന്നെ ഞാൻ ഐലൈനർ വെച്ച് തന്നെയാണ് ഞാൻ കണ്ണെഴുതി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയുന്നതൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്. ഞാൻ പൊട്ട് തൊടുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയാണ്. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫേസൊക്കെ ഓക്കെ ആക്കി കഴിയുമ്പോൾ പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മുടിയാണ്. കാരണം എനിക്ക് നല്ല രീതിയിൽ മുടി കെട്ടാൻ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ചിലപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഒരു രീതിയിലൊക്കെ അങ്ങ് കെട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം കണ്ടോ, ഒന്നല്ലെങ്കിൽ ഇങ്ങനെ സൈഡിലോട്ട് എടുക്കും, ചില സമയത്ത് നേരെ എടുക്കും. അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിലോട്ട് എടുത്തിട്ട് നേരെ എടുത്തിട്ട് ഒന്നും ശരിയായില്ലെങ്കിൽ നേരെ ഇങ്ങനെ ഫേസ് ഫുള്ളായിട്ട് മേളിൽ നിന്ന് അങ്ങ് എടുത്തിട്ട് സൈഡിൽ നിന്നൊന്നും എടുക്കത്തില്ല, ഇങ്ങനെ തന്നെ നേരെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് കെട്ടും. ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും ഇങ്ങനെ ഫുള്ളായിട്ട് കെട്ടാതെ ചെറുതായിട്ടൊക്കെ ഒന്ന് എടുത്ത് കെട്ടി വിടർത്തി ഇടാൻ മുടി. പക്ഷെ അങ്ങനെ ഇടുമ്പോഴത്തേക്കും എനിക്ക് ഇത്തിരി ഭംഗി കുറവ് തോന്നും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഫുള്ളായിട്ട് എടുത്ത് ഇങ്ങനെ മുടി കെട്ടുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.